എന്താ ഇതിപ്പോൾ എൻ്റെ കൺട്രോളുള്ള കാര്യമല്ലല്ലോ ഇവർ കമൻ്റ് അടിക്കോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ചിലപ്പോൾ എക്സൈറ്റഡ് ആവാറുണ്ട്, ഓ ഇത് ചെയ്താലും ഉറപ്പായിട്ടും കുറെ ചീത്ത വരുന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് ഇരുന്ന് പറയും. അല്ലാണ്ട് അങ്ങനെ അത് ഒരു സീരിയസ് ആയിട്ട് ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് നടക്കുമ്പോൾ ഉറപ്പായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇത് ഏത് ഡിറക്ഷനിലാണ് ഇവരുടെ ചീത്തവിളി പോകുന്നത്, ഏത് ഡിറക്ഷനിലാണ് ഇവർ അങ്ങനെയൊക്കെ പോകാറുണ്ട്. അല്ലാണ്ട് ഒരു ഭയങ്കര വലിയ ജീവിത പ്രശ്നമായിട്ട് ഇതുവരെ അത്, അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ ഇറക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിലൊന്നും ഒരിക്കലും തട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ കരിയറിലോട്ടാണെങ്കിലും ഫസ്റ്റ് ഒരു സോങ് ഞാൻ നോക്കി ഇപ്പോൾ 13-ാമത്തെ വയസ്സിലാണ് ചെയ്തതെന്ന് കണ്ടു. അപ്പോൾ ഇത്രയും ചെറിയ ഏജിൽ എങ്ങനെ അതിലോട്ട് എത്താൻ പറ്റിയത്? ഞാൻ നേരത്തെ പറയലൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നൊരു മൊത്തത്തിൽ ഫ്ലോ ആണ്. ഭയങ്കര പ്ലാൻ ചെയ്ത് ഇങ്ങനെ ആവണം അങ്ങനെയൊന്നും ഒരു കാലത്തും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും വലുതാകുമ്പോൾ ആരാവണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു അംബീഷൻ ഒന്നുമില്ല. ഇല്ല. അത് ഒരു ക്ലാസ്സിൽ ഒന്നും പറയും, അടുത്ത ക്ലാസ്സിൽ വേറൊന്നും പറയും. ഇപ്പം ഇതാ ട്രെൻഡിങ്, നീ പിന്നെ അത് പറയുന്നത് മറ്റേ 5-ാലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ ഡോക്ടർ എഞ്ചിനീയർ ഒരു കാലത്തും എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഇവരൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാതെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നെങ്കിൽ ഇത് പറയാം. അങ്ങനെയായിരുന്നു എനിക്ക് ആ കാലത്ത്. ഇപ്പോഴും അടുത്ത 5 വർഷത്തിൽ എന്താവും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു വലിയ ഗോൾ, ചില ആൾ പറയും എനിക്ക് ഒരു ഓസ്കാറോ വാങ്ങണം, ഗ്രാമി വാങ്ങണം, ഇന്ന ആളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യുന്ന ഡ്രീം പ്രോജക്റ്റ് എന്നൊക്കെ. എനിക്ക് അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. അത് വരുന്ന വഴിക്ക് ഇപ്പം എന്ത് തോന്നുന്നോ അത് ചെയ്യാം, അത്രേ ഉള്ളൂ. അന്നും അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണെല്ലാം. ഈ പറയുന്ന പോലെ എനിക്കൊരു പാട്ടുകാരി ആകണം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസർ ആകണം, അങ്ങനെ ഒരു അതാണ് എൻ്റെ കരിയറിന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഞാൻ ഷോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഞാൻ പാട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ല 2 മാസം കഴിയുമ്പോൾ വേറെ സമയം വരികയാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ബലം പിടിച്ചിട്ട് ഭയങ്കര ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ഒരു കാലത്തും പോയിട്ടില്ല. ചെയ്യണ പണി വൃത്തിക്ക് ചെയ്യാന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഇപ്പം ഒരു ഡോക്ടറാണോ, ഈ പറയുന്ന ടീച്ചർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി പണ്ടൊക്കെ സ്കൂളിൽ പിള്ളേർ അത് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീൽ ആണല്ലോ അവർക്ക്. അപ്പോൾ എനിക്കൊരു അംബീഷനും ഇല്ല, അങ്ങനെ ഞാൻ പറയൂലല്ലോ. അതെ, അതാ പറഞ്ഞത്, എനിക്കൊരു അംബീഷനും ഇല്ലല്ലോ എന്ന് ഓർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇല്ല. അതൊരു നമ്മളൊരു പോക്കിങ്ങനെ പോവല്ലേ. ആരിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയേ പറ്റുള്ളൂ, ഇങ്ങനെ ഉണ്ടാവണം, അതാരും ഇതൊക്കെ തീരുമാനിക്കുന്നത്, നമ്മൾ തന്നെ അങ്ങ് ഒരു പോക്കങ്ങ് പോവാണല്ലോ. ഇപ്പം ഇത് കൊള്ളാം എന്നെങ്കിൽ പിന്നെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്നെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ അതാ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ മുറുക്ക നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മ്യൂസിക് എപ്പോഴും ഇഷ്ടമായിരുന്നു, അത്രയും സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടെല്ലാം ഉണ്ട്. അപ്പം എനിക്കിഷ്ടമുള്ള എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അടുത്ത വർഷം ഞാൻ ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കും, എനിക്കറിയില്ല. ഇപ്പം എനിക്കിതാണ് ഇഷ്ടം, അപ്പം ഞാനിത് ചെയ്യുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സോങ്ങിൻ്റെ പാട്ടായിട്ട് പിന്നീട് അത് വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. സോങ് മാത്രം ഒരു കാര്യവും എനിക്കങ്ങനെ അത് വേണ്ടായിരുന്നു എന്നൊരു സാധനം തോന്നിയിട്ടില്ല. പിന്നീട് അങ്ങനെ റിഗ്രറ്റ്സ് അടിക്കുന്ന കൂട്ടത്തിലല്ല. തെറ്റുകൾ സംഭവിച്ചാൽ നമുക്ക് തോന്നും അത് തെറ്റാണ്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഐ ഹാവ് ടു ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം. അതല്ലാണ്ട് അയ്യോ അത് ജീവിതത്തിൽ നടക്കാൻ പാടില്ലായിരുന്നു എന്നൊരു സംഭവം എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം ഒരു പാഠം കിട്ടൂലോ, അതുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളൂ. ഇപ്പോൾ ഒരു ബാഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായാലും അതിന് പിന്നീട് എന്തെങ്കിലും ഒരു നല്ലത് അതിൻ്റെ ബാക്കിലോട്ട് നടക്കും. അത് നമ്മൾ ഇവോൾവ് ആവുന്ന ഓരോ ബാഡായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസും നമ്മളെ വളർത്താനുള്ളൊരു ടൂളായിട്ട് മാത്രമേ പിന്നീട്, ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ആ സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്ന് ഇത്രയും കൂടെ ഞാൻ വളർന്നു, ഇത്രയും കൂടി ചിലപ്പോൾ ധൈര്യമായിരിക്കും കൂടിയിട്ടുണ്ടാവുക, ചിലപ്പം സ്വയം സ്നേഹമായിരിക്കും കൂടിയിട്ടുണ്ടാവുക, എന്തോ ഒരു സാധനം അവിടെ ബെറ്റർ ആയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നിന്ന്. സോ അതിൽ പിടിച്ചിട്ട് മുന്നോട്ട് പോവുക. അതെ, ഈ പറയുന്ന പോലെ ഇപ്പം എൻ്റെ പേര് പെണ്ണ് ആ സോങ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻസിനകത്ത് കൂടുതലും ഗൗരി പുരുഷന്മാരെ ഇഷ്ടമില്ല ആ ഒരു രീതിയിലൊക്കെ വരുന്ന കമൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ ആകപ്പാടെ ഞാൻ സംസാരിക്കുന്ന 3-4 പേര് പുരുഷന്മാരാണ്. എനിക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഒരു കുറച്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ പുരുഷന്മാരാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ളതും പുരുഷന്മാർ തന്നെയാണ്. ഒരിക്കലും പുരുഷ വിരോധിയല്ല. എനിക്ക് ഭയങ്കര നല്ല ആണുങ്ങളുള്ള ആളാ ജീവിതത്തിൽ, ഭയങ്കര കംഫർട്ട് തന്നിട്ടുള്ള. അതപ്പോൾ എനിക്കത് പുരുഷ വിരോധം വേറെ ആരെ വിളിച്ചാലും എന്നെ വിളിക്കരുത്. എനിക്ക് കുറച്ച് സമാധാനം തന്നിട്ടുള്ളത് അവരാണ്. അതെ, എനിക്ക് പുരുഷന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നല്ല, പുരുഷന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ ഉപദ്രവങ്ങളിൽ തന്നെ തിരിച്ചു പോകുന്ന പിന്നുള്ള വഴിയിൽ എൻ്റെ കൂടെ നിന്ന് അത് ഹീൽ ചെയ്തിട്ടുള്ളതും പുരുഷന്മാർ തന്നെയാണ്.
അപ്പം എനിക്കത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എനിക്ക് അത്രയും നല്ല മെൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ ഒരിക്കലും പുരുഷന്മാർ മോശമാണെന്ന് ഞാൻ പറയില്ല. ഞാൻ അതിൽ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഒരു ജെൻഡറിൻ്റെ അഗേൻസ്റ്റ് അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. അത് ഒരാൾക്ക് തട്ടുന്നുണ്ടെങ്കിൽ അത് അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കണിരുന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് അവരിരുന്ന് പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് കിടന്ന് ട്രിഗേർഡ് ആവുന്നുള്ളത്. ഇറ്റ്സ് ഹിസ് ഓർ ഹെർ പ്രോബ്ലം. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനോ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന പോലെ തന്നെ കുറേ ഓപ്പോസിറ്റായിട്ടും ആളുകൾ പാരഡിയൊക്കെ ഇതിനകത്ത് ഇറക്കി, എൻ്റെ പേര് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു സോങ് വരുന്നുണ്ടായിരിക്കുമോ ഗൗരിയുടെ സൈഡിൽ നിന്ന്? എൻ്റെ സൈഡ് ഞാൻ എന്തിനാ ചെയ്യണേ? എനിക്ക് ആണുങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ആണുങ്ങൾക്ക് അറിയാമെങ്കിൽ അവർ പാട്ടിറക്കിക്കോട്ടെ. എനിക്കിപ്പം റൈറ്റ് നൗ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇറക്കുന്നില്ല. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയുന്നു, അവർക്കറിയാവുന്ന കാര്യം അവർ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ഒരു കമൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്സ് ഒക്കെ ആ ഒരു രീതിയിൽ പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ബുള്ളീസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പം ഈ കവലകളിലൊക്കെ നിന്നിട്ട് ഭയങ്കര മോശമായിട്ട് നമ്മൾ നടന്നു പോകുമ്പോഴേക്കും സംസാരിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരാൾ തന്നെ, പുള്ളിയുടെ വീട്ടിലെ ഒരു സംഭവം നാട്ടിൽ ഫുള്ള് പാട്ടായിട്ട് ഈ പുള്ളി എപ്പോൾ ചെറുതായിരിക്കുമ്പോഴാണ് പുറത്തിറങ്ങിയാലും നാട്ടുകാർ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോ കോളേജിലോ എന്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നാളത്തേക്ക് അതിനുള്ള കമൻട്രി കേട്ടുകൊണ്ടിരിക്കണം പോകുമ്പോഴും വരുമ്പോഴൊക്കെ. ഇപ്പോൾ അത് കുറച്ചുകൂടെ വലുതായിട്ട് ഈ പറഞ്ഞ പോലെ 100 കണക്കിന് ആളുകളും 1000 ആളുകളും അതിൽ 10,000 ആളുകളൊക്കെ ചുറ്റും കൂടി നിന്നിട്ട് ചീത്ത വിളിക്കുന്നൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്. അത്രേ അതിനെ കാണേണ്ട കാര്യമുള്ളൂ. അവരവരുടെ കാര്യം അവരവിടുന്ന് പറട്ടെ, നമ്മുടെ കാര്യമായിട്ട് പോവാത്ര അത്രേ ഉള്ളൂ. സോങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഈ പറയുന്ന പോലെ K-pop സോങ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു രീതിയാണ് ഡാൻസും ഇതും കൂടെ ഒരു കവറായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഒരു നാട്ടിലോട്ട് അത് ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഗൗരിയാണെന്ന്. അപ്പോൾ ആ ഒരു ഐഡിയ എവിടെ നിന്നായിരുന്നു? എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയത്. ഞാൻ പുറത്ത് ഒരുപാട് പാട്ടിൽ കാണുകയും ലൈക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഷോസൊക്കെ ഇരുന്ന് കാണുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള അവിടെ നിന്ന് തന്നെ എനിക്ക് പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയാലോ, കുറച്ച് ഡാൻസൊക്കെ കളിക്കാറാണെങ്കിൽ പിന്നെ അതും കൂടെ ചെയ്യാൻ നോക്കിയാലോ എന്നുള്ള തോട്ടിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്രീ കോവിഡാണ്, 2019 or 20 എന്തോ ആണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അത് കൂടുതൽ ഇലാബറേറ്റായി. ആദ്യം ഒരു 4 പാട്ട് ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മറ്റേ മെജോറിറ്റി ഓഫ് ദ സോങ്സ് ഡാൻസ് ഉള്ള രീതിയിലോട്ട് അത് കൊറിയോഗ്രാഫി ചെയ്ത് വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം അപ്പ് ചെയ്തപ്പോഴേക്ക്? ഓഡിയൻസ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? റിയാക്ഷൻക്ക് ആദ്യം നമുക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവർ ശരിക്കും പാടുകയാണോ, ഡാൻസ് കളിച്ചുകൊണ്ട് എങ്ങനെ പാടാൻ പറ്റുക? ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു. ഡാൻസ് കളിച്ചുകൊണ്ട് എങ്ങനെ പാടാൻ പറ്റില്ല, ലിപ്പ് ചെയ്യുന്നതായിരിക്കും, ബാക്കിൽ പാട്ട് പ്ലസ് ആയിരിക്കും, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഡാൻസ് കളിച്ചുകൊണ്ട് പാടുമ്പോൾ നമുക്ക് അനങ്ങാണ്ട് നിന്ന് പാടുന്ന പോലെ പാടാൻ പറ്റില്ല, ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ബ്രീത്തിങ് ഇഷ്യൂ. അപ്പോൾ അതൊക്കെ എന്ത് നിങ്ങൾ ചെയ്യണത്, എന്ത് സംഭവം എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പക്ഷെ എനിക്കൊന്നും നല്ല കാര്യമാണ്. അത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലൊരു സന്തോഷമുള്ളൂ. ഈ സിംഗിൾ ഷോട്ട് വീഡിയോസ് കണ്ടിരുന്നു, അത് ഒട്ടും ഈസി അല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഈ സിംഗിൾ ഷോട്ട് അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ BTS എങ്ങനെയായിരുന്നു? എത്ര ദിവസത്തെ പ്രാക്ടീസസ്? ദിവസമൊന്നുമില്ല, ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അതെ, ഒരു ദിവസം കൊണ്ട് ഇത് ഇങ്ങനെ കറക്റ്റ്. അപ്പോൾ എത്ര ടേക്കിലാണ് നിങ്ങളത് പോകുന്നത്? കുറേ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മറ്റേ മയിലിരകെ മറ്റേ വാടാ പെയ്യായിക്കോട്ട് ട്രാക്ക് നമ്മൾ ചെയ്തായിരുന്നു. അത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ബെഡ്റൂമിൽ തുടങ്ങിയിട്ട് ഹാള് വഴി സ്റ്റുഡിയോ എത്തും, അതാണ് ട്രാക്ക്. അപ്പോൾ അത് നമ്മളൊരു രാവിലെ മുതൽ തുടങ്ങും. ഇവിടുന്ന് എങ്ങനെ ഇവിടുന്ന് എങ്ങനെ ഇത് ബാക്കിൽ നിങ്ങൾ അത് ചെയ്ത് ചെയ്യുമ്പോൾ ക്യാമറ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇവിടെ ആൾ കാണാൻ പാടില്ല, ഇപ്പുറത്തേക്ക് വരണം. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ മുതൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ കുറച്ച് പ്രാവശ്യം ചെയ്ത് വേർത്ത് ക്ഷീണിച്ച് പിന്നെ ചായ കുടിച്ചിട്ട് ഫൈനൽ ടേക്ക് എടുക്കും. ഈ ടേക്സിലൂടെ തന്നെയാണല്ലേ നിങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്നത്? ടേക്സിൽ ഒഴിക്കോ ഇത് ഇവിടെ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നോ, നമ്മൾ നേരത്തെ കണ്ടില്ല, ഇത് മാറ്റണം. അപ്പം അങ്ങനെ ആണ് ചെയ്യുക ഒരു ദിവസം. അതെ, ഞാൻ ഇങ്ങനെ കൂടുതൽ ആ ഒരു സിംഗിൾ ഷോട്ടിന് ഇത്ര കാര്യമായിട്ട് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു ഔട്ട്സൈഡ് നിന്ന് ചെയ്യുന്ന പോലെ അല്ല, ഒരു അപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിന്ന് സംഭവം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്പേസിന്റെ ഇഷ്യൂസ് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. അത് പക്ഷേ രസമാണ് ചെയ്യാൻ, കുറച്ച് പണിയാണ് പക്ഷേ രസമാണ് ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ അതുപോലെ ഈ സ്റ്റേജ് ഷോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് എനർജി വേണമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ അണച്ചു പോയിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഷോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? യൂഷ്വലി ഈ ടെൻഷൻ ആവാറുണ്ടോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ?
മനുഷ്യനല്ലേ, അത് കിതയ്ക്കും, ചിലപ്പം ശ്വാസം കിട്ടാണ്ട് ചിലപ്പം ഒരു വാക്ക് വിഴുങ്ങിപ്പോവും, ചിലപ്പോൾ ചുമയ്ക്കും. അതൊക്കെ നോർമലായിട്ടുള്ള കാര്യം. നമ്മളെന്തോ അമാനുഷിക ശക്തിയാണെന്ന് വിചാരിക്കുകയാണ്, നമ്മൾ മനുഷ്യന്മാരാന്ന് വിചാരിച്ചെങ്കിൽ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.